ഇന്നത്തെ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന് വളരെ വലിയ തരത്തിൽ നിർണായകമാണ്. രണ്ടാം പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി ഇന്നാണ് പരിഗണിക്കുന്നത്. തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. വിശദമായ വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നും കമലേഷ് തെക്കേക്കാട് കൂടി ചേരുകയാണ്. കമലേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ വന്നിരിക്കുന്നത്. ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചു എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഹർജി വീണ്ടും പരിഗണിക്കുന്നത്. മുൻകൂർ ജാമ്യം റദ്ദാക്കുവാനുള്ള സാധ്യതയുണ്ട്. കാരണം വാട്സപ്പ് സന്ദേശം അയക്കുന്നു, വാട്സപ്പിലൂടെ കോൾ ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ നിർദ്ദേശിച്ചിരുന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ രാഹുൽ ലംഘിച്ചു എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്, അല്ലേ? സിന്ധൂരി, തീർച്ചയായും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ രണ്ടാമത്തെ പീഡന കേസിൽ ജാമ്യം അനുവദിക്കുന്ന ഘട്ടത്തിൽ തന്നെ കോടതി വളരെ കൃത്യമായി ചില ജാമ്യ വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. അത് കർശനമായ ജാമ്യ വ്യവസ്ഥകൾ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏതെങ്കിലും തരത്തിൽ ഈ അതിജീവിതയെ, അതായത് ഈ പരാതിക്കാരിയെയോ സാക്ഷികളെയോ അങ്ങനെയുള്ള ആരെയെങ്കിലും സ്വാധീനിക്കാൻ ശ്രമിക്കരുത്, തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കരുത്. അത്തരത്തിൽ നിരവധിയായ കാര്യങ്ങളുണ്ട് അതിനകത്ത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ സാക്ഷികളെ അല്ലെങ്കിൽ ഈ പരാതിക്കാരിയെ സ്വാധീനിക്കാനുള്ള ശ്രമം ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ്. അന്ന് തന്നെ ഈ മുൻകൂർ ജാമ്യത്തെ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ വെച്ച വാദങ്ങൾ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയാൽ ഈ അതിജീവിതയുടെ ജീവന് തന്നെ ഭീഷണിയുണ്ട് എന്നത് വളരെ പ്രധാനമായും ചൂണ്ടിക്കാട്ടി ഈ അവരുടെ ഏതെങ്കിലും തരത്തിലൊരു ഇടപെടൽ നടത്തി ഈ പരാതിക്കാരിയെ അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ ഈ തെളിവുകൾ നശിപ്പിക്കാൻ, ഈ മൊബൈൽ ഫോണൊക്കെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി നിൽക്കുന്നത്, അതിലുള്ള വിവരങ്ങൾ നശിപ്പിക്കുകയും ഒക്കെ ചെയ്യും എന്നത് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കർശനമായ ഉപാധികളായി വെച്ചുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന് ശേഷമാണ് ഈ അതിജീവിതയെ, അതായത് രണ്ടാമത്തെ പീഡന കേസിലെ അതിജീവിതയെ വാട്സപ്പ് കോളിലൂടെ ബന്ധപ്പെടാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചത്. അത്തരത്തിൽ കോളുകൾ തുടർച്ചയായി വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ അതിജീവിത പോലീസിൽ പരാതി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ പരാതിക്ക് പിന്നാലെയാണ് പ്രോസിക്യൂഷൻ പുതിയ ഒരു ഹർജി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി കോടതിക്ക് മുമ്പാകെ വീണ്ടും വെച്ചിട്ടുള്ളത്. ആ ഹർജിയാണ് ഇന്ന് കോടതി പരിഗണിക്കുന്നത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചും പ്രതിപക്ഷത്തെ സംബന്ധിച്ചും വലിയ തലവേദന സൃഷ്ടിച്ച ഒരു കേസാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തുടർച്ചയായുള്ള പീഡന കേസുകളും പരാതികളും തെളിവുകളും എല്ലാം തന്നെ. ഒരു ഘട്ടത്തിലും ആദ്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി പോലും പുറത്തു വരാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അതിനകം തന്നെ തെളിവുകൾ നിരവധിയായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്നു. ഈ അതിജീവിതമാരെ ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ തെളിവുകൾ, ഓഡിയോ സന്ദേശങ്ങളൊക്കെ തന്നെ, ഓഡിയോ ക്ലിപ്പുകളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ആ നിലയിൽ സമാനമായ നിലയിലാണ് ഇപ്പോൾ ഈ രണ്ടാമത്തെ, അതായത് ആദ്യത്തെ അതിജീവിതയ്ക്കെതിരെ തന്നെ കൊല്ലണമെങ്കിൽ എനിക്ക് എത്ര സെക്കൻഡ് നേരം വേണം എന്നതുൾപ്പെടെ ചോദിക്കുന്നത്, അതുപോലെ തന്നെ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ, അത്തരത്തിലുള്ള ഭീഷണിപ്പെടുത്തുന്ന ഫോൺ കോളുകളുടെ വിവരങ്ങളും അതിന്റെ ശബ്ദ സംഭാഷണവും എല്ലാം തന്നെ നേരത്തെ കൈരളി ന്യൂസ് ഉൾപ്പെടെ പുറത്തുവിട്ടിട്ടുണ്ട്. അത് പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. സമാനമായ നിലയിലുള്ള ഒരു ഇടപെടൽ തന്നെയാവണം ഈ രണ്ടാമത്തെ അതിജീവിതയ്ക്കെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുള്ളത് എന്ന് തന്നെയാണ് ഈ പരാതിയിലുള്ളത്. വാട്സപ്പിലൂടെ വിളിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള പരാതിയാണ് ഈ അതിജീവിത തന്നെ നേരിട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും വലിയ തരത്തിലുള്ള ഭീഷണി ഈ അതിജീവിതകൾക്കെതിരെ, ഇരകളാക്കപ്പെടുന്ന ആളുകൾക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ അതൊരു ഹാബിച്വൽ ഒഫൻഡറായി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണത്. ഈ പരാതിക്കാരെ എല്ലാം ഒരേ നിലയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൈകാര്യം ചെയ്യുന്നത്. അവരെ ഫോണിലൂടെ ബന്ധപ്പെടുന്നു, ഭീഷണിപ്പെടുത്തുന്നു, കൊല്ലുമെന്ന ഭീഷണി ഉൾപ്പെടെ വരുന്നു. ആ നിലയിലുള്ള ഭീഷണി തന്നെ ഈ രണ്ടാം പീഡന കേസിലെ പരാതിക്കാരിക്കെതിരെയും ഉയർന്നു വന്ന ഒരു ഘട്ടത്തിലാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിട്ടുള്ള ഈ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം സ്വാഭാവികമായും പ്രോസിക്യൂഷൻ കോടതിക്ക് മുന്നിൽ വെക്കുന്നത്. അത് ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. 11 മണിയോടുകൂടി കോടതി ആരംഭിക്കും. ആ ഘട്ടത്തിൽ തന്നെ ഈ ഹർജികൾ പരിഗണിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏതായാലും രാഹുലിനെ സംബന്ധിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചുൾപ്പെടെ ഇത് വളരെ നിർണായകമായ ഒരു ദിവസം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്ത് നിലപാട് കോടതി ഇക്കാര്യത്തിൽ എടുക്കും എന്നതും ഏറെ നിർണായകമാണ്. അത് ഒരു ചെറിയ ഒരു ഹർജിയല്ല, അതായത് ചെറിയ ഒരു വിഷയമല്ല ഇത്, നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ
നേരത്തെ ഈ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് നേരത്തെ തന്നെ ഈ ഇരകൾക്കെതിരെ രാഹുൽ മങ്കൂട്ടത്തിൽ നടത്തിയിട്ടുള്ള ഇത്തരം ഭീഷണി സന്ദേശങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഹർജിയും വെച്ചിട്ടുള്ളത്. രണ്ടാമത്തെ പരാതിക്കാരിക്കെതിരെയും സമാനമായ നിലയിലുള്ള ഭീഷണിയും കോളുകളും രാഹുൽ മങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഈ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം വളരെ കൃത്യമായി തന്നെ കോടതിക്ക് മുമ്പാകെ അവതരിപ്പിക്കാനാണ് പ്രോസിക്യൂഷന്റെ ഒരു നീക്കം. സിന്ധൂരി. ശരി കമലേഷ് പറഞ്ഞതുപോലെ തന്നെ വളരെ ഗുരുതരമായ ആരോപണമാണ്. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം റദ്ദാക്കുക എന്നുള്ള വലിയൊരു ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നത്. കൃത്യമായ തെളിവുകളുണ്ട്. ഈ അതിജീവിതയെ ഇത്തരത്തിൽ വാട്സപ്പ് കോളിലൂടെ മറ്റും നിരന്തരം വിളിക്കുവാൻ ശ്രമിച്ചു എന്ന് ഈ അതിജീവിത തന്നെ പോലീസിൽ പരാതി നൽകിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ ഒരു ആവശ്യവുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ ഈ ഒരു കാര്യത്തിൽ തീരുമാനമാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കമലേഷാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.